ഹലോ. ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ക്രീം ബണ്ണ് തിന്നാനൊരാഗ്രഹം. എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ 1 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ, ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഞാനൊരു ലേസൊക്കെ കഴിച്ചിരുന്നു. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. ഇനി അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് സോഫ്റ്റൻഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, അൺസോൾട്ടഡ് ബട്ടറാണേ. എന്നിട്ട് അതിലേക്ക് ഇതാ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ഇട്ടിട്ട് വിസ്ക് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ബട്ടർ ക്രീമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ. ഇതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. അതിനിതായി ഇതുപോലെ കുഴിയുള്ളൊരു കയ്യിലെടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ബണ്ണൊക്കെ റെഡിയായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ക്രീമാണ് കേട്ടോ. ബട്ടറും നെയ്യൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഇതേ ഞാൻ ക്രീമെല്ലാം നല്ല റിച്ച് ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നെയ്യാണ് ഇന്നത്തെ ടേസ്റ്റർ കേട്ടോ. അങ്ങനെ ഇതേ നെയ്യ ടേസ്റ്റ് ചെയ്ത സംഭവം അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ.